ദിവസം റോബിനെ കണ്ടപ്പോഴേ ഞങ്ങൾ രേണുവിൻ്റെ കാര്യം ചോദിക്കുന്നു. ആ വീഡിയോ കണ്ടിരുന്നു. അവർ പറഞ്ഞ അവരുടെ പറഞ്ഞ പോലെ അവർ സപ്പോർട്ടായിട്ട് സംസാരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അവരെന്നെ പറ്റി സംസാരിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അത്രയും വലിയ ആൾക്കാർ നമ്മളെ പോലുള്ള ഒരു സാധാരണ ഒരാളെ സംസാരിക്കാനും ആരും ഇല്ലാത്ത എന്നെപ്പറ്റി തന്നെയാണ് സംസാരിച്ചത്. ഭയങ്കര സന്തോഷമായി. എൻ്റെ ഇഷ്ടത്തിന് അവരെ എന്നെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായിരുന്നു, സന്തോഷമായി. അതുപോലെ ആദ്യം പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഓപ്പണായിട്ടാണ് പറയുന്നത്. അപ്പം റോബിൻ സാറും പറയുന്നുണ്ട് എന്താ പറയുക, നമുക്ക് രേണുവിനെ വെച്ചിട്ടൊരു ഇത് ചെയ്യാമേ, അപ്പം എന്നെ വിളിച്ച് ഉറപ്പായിട്ട് ഞാൻ ഫോൺ ചെയ്തിരിക്കും. ഞാൻ മെസ്സേജ് റിപ്ലൈ തന്നിട്ടുണ്ട്. അവർ എന്താ ഉത്തരം പറയാൻ തയ്യാറായിട്ട് നിൽക്കാൻ മറന്നുപോയോ ചോദ്യം? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് മനസ്സിലായില്ല. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പോസിറ്റീവായിട്ട് ചെയ്യുന്നവർ കമൻസ് തരുന്നവരെല്ലാം എൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് ഞാൻ കരുതുന്നു. പർട്ടിക്കുലർ വ്യക്തിയൊന്നും ഇല്ലല്ലോ, ഒരുപാട് പേര് പോസിറ്റീവ് തരുന്നുണ്ട്. അവരൊക്കെ എൻ്റെ നല്ല എന്താ പറയുക ആൾക്കാർ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൊടി ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വിളിക്കാന്നുള്ള അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് തയ്യാറാക്കിയിട്ടുണ്ട്, രേണുസുതിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയാം വിളിച്ചായിരുന്നു, കോൺടാക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിരുന്നു. എനിക്കും തിരിച്ച് കോൺടാക്ട് ചെയ്ത് വിളിക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാവും. എല്ലാവർക്കും നെഗറ്റീവ് വരുന്നുണ്ട്. ഇപ്പോൾ റോബിനാണെങ്കിലും ഒരു കാലത്ത് അലറുന്നോ അങ്ങനെ എങ്ങനെയൊക്കെ കൊണ്ട് റോബിന് ഒരുപാട് ട്രോമയെ കൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. അതായത് നെഗറ്റീവ് ഉണ്ടെന്നല്ല, എല്ലാവർക്കും നെഗറ്റീവ് വരുന്നു. നല്ല ആൾക്കാർക്കും ഇപ്പം നെഗറ്റീവ് വരുന്ന ഓരോരുത്തരുടെ മനസ്സിലെ ചിന്താഗതികളാണ് അല്ലേ. ഇപ്പം നമ്മളവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ അവർ പോസിറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ ചിന്താഗതികളാണ് അവർ ടൈപ്പിങ്ങിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്യണത്. വെറും സംസ്കാരമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ സ്വഭാവമാണ് അവരത് ചെയ്യണത്, ടൈപ്പ് ചെയ്ത്. എനിക്ക് ഇനിയിപ്പം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം അവരുടെ മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകളാണ് ഞങ്ങളെ പോലുള്ളവരുടെ ഇതിൽ കമൻസിൽ വന്ന് എഴുതുന്ന ചിന്ത, അല്ലാതെ മനസ്സിൻ്റെ ചിന്തയല്ലേ പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ രേണു ഇപ്പോൾ ക്ലീവേജ് കാണിക്കുന്നു, നേവല് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. കാണാൻ ആൾക്കാരില്ലാത്ത പോട്ടെ, ഇത് കാണിക്കാത്ത ഏതെങ്കിലും നടിമാരുണ്ടോ? ഏതെങ്കിലും നടിമാരുണ്ടോ എന്നോടാണോ ചോദിക്കുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രീതിയിൽ ഇഷ്ടമുള്ള പോലെ ഞാൻ അഭിനയിക്കുന്നു. മറ്റ് ആർട്ടിസ്റ്റുകൾ അവരുടെ ഇഷ്ടമുള്ള പോലെ അഭിനയിക്കുന്നു. ഇതൊക്കെ പർട്ടിക്കുലറായിട്ട് അവരുടെ വ്യക്തിപരമാണ്, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ള ആളുകൾ ചെയ്ത പ്രശ്നമില്ല, രേണു ചെയ്താൽ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നു. അത് എൻ്റെ കുഴപ്പമല്ലല്ലോ, അത് കാണുന്നവരുടെ കുഴപ്പമാണത്. ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നമാക്കി എടുക്കുന്ന ഒരാൾ. എന്തോ ടാറ്റാ. നമ്മുടെ ദാസേട്ടൻ്റെ ആൽബത്തിൽ രേണുവിനെ ടച്ച് ചെയ്തതൊക്കെ കൺസേൺ വാങ്ങിച്ചിട്ട് തന്നെയാണോ ചോദിച്ചിട്ട് തൊട്ടഭിനയിക്കുന്ന രംഗങ്ങളായിരുന്നല്ലോ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവരത് നായകന്മാർ സംസാരിക്കുമോ ഞാൻ അങ്ങനെ ചെയ്തോണ്ട് പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലല്ലോ, ഞാൻ രേണുസുതിയാണ് ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത്. കാരണം നെഗറ്റീവ് കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷയമില്ലല്ലോ, അവരുടെ ഫാമിലിക്ക് വിഷയമില്ലല്ലോ എന്ന് ഞാൻ തിരക്കിയിട്ടാണ് ഞാൻ ഓക്കെ പറയുന്നത്. അവരൊക്കെ പറഞ്ഞോ എന്ന് എനിക്കറിയണം. കാരണം അവരുടെ ഫാമിലി സപ്പോർട്ടാണോ എന്നറിഞ്ഞിട്ട്, കാരണം ഞാൻ കാരണം ആരുടെ മനസ്സ് വേദനിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്.